CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് പരാജയ കാരണം. ഭരണവിരുദ്ധ വികാരവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI ജില്ലാ കൗൺസിൽ യോഗം വിലയിരുത്തി. അതേസമയം CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. വിരളമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, രൂക്ഷ വിമർശനം തന്നെയാണ് CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇത്തരത്തിലുള്ള ഒരു വമ്പൻ പരാജയത്തിലേക്ക് പോകാൻ കാരണമെന്ന തുറന്നു പറച്ചിൽ തന്നെയാണോ, അത്തരത്തിലുള്ള ഒരു ധൈര്യം തന്നെയാണോ CPM കൗൺസിലിൽ ഉണ്ടായത്? മറ്റ് വിമർശനങ്ങളും ഒരു തരത്തിലായിരുന്നു. KP സുരേഷ്, ഇന്നത്തെ ഈ ഒരു CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല എന്നുള്ളതാണ് വിമർശനമായി വരുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം പരാജയ കാരണമാണ്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായി എന്നുള്ളതാണ് വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ CPMന്റെ നേതൃയോഗങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്നും നാളെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് ഷെയർ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചത് CPMന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ഈ വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ആകെ ഒരു സീറ്റ് മാത്രമാണ് ഇടത് മുന്നണിക്ക് നേടാനായത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പന്ന്യൻ രവീന്ദ്രൻ ഇടത് മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യമുണ്ടായി. എല്ലാ മണ്ഡലങ്ങളിലും കനത്ത തോൽവിയാണ് CPMനുണ്ടായത്. ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. തെറ്റുണ്ടെങ്കിൽ തിരുത്തും, മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം പ്രതികരിച്ചത്. ഏതായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. സുരേഷ്, രശ്മിയുടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ CPI പരസ്യമായ ഒരു വിമർശനത്തിന് തന്നെ തയ്യാറാകുന്നു, അല്ലെങ്കിൽ CPM നേതാക്കൾ മുഖ്യമന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ, CPMനുള്ളിൽ തന്നെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു നേതാവാണ് മുഖ്യമന്ത്രിയുടെ എന്ത് നിലപാടാണോ അത് പാർട്ടി നിലപാടായി മാറുന്ന ഒരവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിന് പിന്നാലെ CPMനുള്ളിൽ തന്നെ വിഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI തന്നെ ഇത്തരത്തിലുള്ളൊരു തുറന്നു പറച്ചിൽ നടത്തുന്നു. രാജ്യസഭാ സീറ്റ് വിവാദത്തിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം CPIയുടെ ഭാഗത്തിനും ഉണ്ടാകുമ്പോൾ ഇടത് മുന്നണിയിലെ അനൈക്യം കൂടുതൽ പ്രകടമാവുകയാണ്. അല്ലെങ്കിൽ CPMന്റെ ആ ഒരു വലിയേട്ടൻ മനോഭാവം, അതിനുള്ള ശക്തമായ താക്കീത് കൂടിയാവുകയാണ് ഇത്തരം വിമർശനങ്ങൾ, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ജില്ലാ കൗൺസിലിലാണ് ഇത്തരം രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, അതാണ് ഇത്തരത്തിലുള്ള ഒരു പരാജയത്തിന് കാരണം എന്നുള്ള ഒരു തുറന്ന പറച്ചിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാത്രമല്ല, CPMനുള്ളിൽ തന്നെ പല തരത്തിലുള്ള വിമർശനങ്ങൾ പല ഘട്ടങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയം തന്നെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രി മാറാതെ മറ്റ് വഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് ഒരു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതൊക്കെ തന്നെയാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്നുള്ളതാണ് വിലയിരുത്തൽ. അത് CPI കൃത്യമായി തന്നെ കൗൺസിൽ യോഗത്തിൽ നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതൊരു വളരെ ഗൗരവമാർന്ന വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ന് യോഗം ചേരുന്ന സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് രാവിലെ ഇപ്പോൾ ചേരുകയാണ്. ആ സമയത്ത് ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ നൽകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. പക്ഷേ മറുവശത്ത് സർക്കാർ യഥേഷ്ടം ധൂർത്തും തുടരുന്നുണ്ട്. ഇത് പൊതുജനങ്ങളിൽ തന്നെ സർക്കാരിന് എതിരായ ഒരു വികാരം ഉണർന്നു വരുന്നതിന് കാരണമായി. ആ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആലത്തൂരിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും കനത്ത പരാജയം നേരിടേണ്ടി വന്നു. മാത്രമല്ല, BJPയുടെ വോട്ട് ഷെയറിൽ ഉണ്ടായ വർധനവ്, അത് തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിലും ആറ്റിങ്ങലിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും എല്ലാം വളരെ പ്രകടമായ ആ ഒരു വർധനവ് നമ്മൾ കണ്ടതാണ്. ഈ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും CPMന് കനത്ത തിരിച്ചടിയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ വിജയം, അതും വലിയ തിരിച്ചടിയായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇന്ന് ഈ വിഷയങ്ങളെല്ലാം തന്നെ നേതൃയോഗം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.